ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അത്താങ്കുടി ടൈൽസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അതിനായി ഞാൻ വന്നിരിക്കുന്നത് ചെട്ടിനാടുള്ള അത്താങ്കുടി ഗ്രാമത്തിലാണ്. പ്രകൃതിദത്ത നിറങ്ങൾ ഉപയോഗിച്ചായിരുന്നു പണ്ടുകാലത്ത് ടൈൽസ് നിർമ്മിച്ചിരുന്നത്. എന്നാൽ ഇന്ന് സിന്തറ്റിക് നിറങ്ങളും പാറപ്പൊടിയും മണലും സിമൻറ്റും ഒക്കെ ചേർത്താണ് ടൈൽസ് നിർമ്മിക്കുന്നത്. പലതരത്തിലുള്ള അച്ചുകൾ വച്ചിട്ടാണ് ടൈൽസിന് ഡിസൈൻ നൽകുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് നിറപ്പൊടികൾ വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ നീലയും മഞ്ഞയും ഒക്കെ ചേർന്നുള്ള ഒരു ഡിസൈനാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് പല പാട്ടകളിലായിട്ട് പൊടിയും വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യാൻ. അത്താങ്കുടി ടൈൽസ് പൊതുവെ ചതുര ആകൃതിയിലാണ് ഉള്ളത്. ആ ചതുരാകൃതി കിട്ടാനായിട്ട് ആ ഷേപ്പിലുള്ള ഒരു ഇരുമ്പ് ഫ്രെയിം ഇവർ ഉപയോഗിക്കാറുണ്ട്. ആദ്യം തന്നെ ചതുരാകൃതിയിലുള്ള ഒരു കണ്ണാടി വെക്കും. അതിൻ്റെ പുറത്താണ് നമ്മുടെ ഫ്രെയിം വെക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ അച്ച്, ഏത് ഡിസൈനിലുള്ള ടൈലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു അച്ച് അവർ ഉറപ്പിച്ചു വെക്കും. അടുത്ത പടി, അച്ചിലേക്ക് പല നിറക്കൂട്ടുകൾ നമ്മൾ തയ്യാറാക്കി വച്ചിരുന്നത് പകരുക എന്നുള്ളതാണ്. പല ഡിസൈനിലുള്ള അച്ചുകളുണ്ട്. ഈ അച്ചുകളിൽ നമുക്ക് ഏത് നിറങ്ങളാണോ വേണ്ടത് അത് നമുക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കാം. ഒരു സ്ക്വയർ ഫീറ്റിന് 45 രൂപ മുതലാണ് അത്താങ്കുടി ടൈൽസിൻ്റെ വിലകൾ തുടങ്ങുന്നത്. ഈ ടൈൽസ് ഉപയോഗിച്ചിട്ടുള്ള അനവധി കൊട്ടാരങ്ങളും റിസോർട്ടുകളും ഇന്ന് ചെട്ടിനാടിൽ ഉടനീളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 200-300 വർഷങ്ങളോളം കഴിഞ്ഞിട്ടും അവയുടെ ഗുണത്തിനോ തിളക്കത്തിനോ യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ടൈൽസുകളുടെ ഗുണമേന്മയ്ക്ക് ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്. ചരിത്രം പറഞ്ഞ് നമ്മുടെ ടൈല് ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള നല്ല സുന്ദരമായിട്ടുള്ള ഒരു ടൈലാണ് ഇവിടെ നമുക്കായിട്ട് ഇവർ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഇന്ന് അത്താങ്കുടിയിൽ ഉടനീളം ഇങ്ങനെ ഒരുപാട് കൊച്ചു കുടിൽ വ്യവസായം അല്ലെങ്കിൽ ചെറുകിട വ്യവസായം പോലെ ഒരുപാട് ടൈൽസ് മേക്കിംഗ് ഫാക്ടറീസ് ഉണ്ട്. ഡിസൈൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത് ചെയ്യുന്നത് അതിൻ്റെ പുറത്ത് കുറച്ച് മണലും പാറപ്പൊടിയൊക്കെ വച്ചിട്ട് അത് സെറ്റാവാനായിട്ട് കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് സമയം കൊടുക്കുക എന്നുള്ളതാണ്. പോളിഷ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ടൈലിൻ്റെ മുകളിൽ കണ്ണാടിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നല്ല പോളിഷ്ഡ് ഫീലിൽ നമുക്ക് ടൈല് കിട്ടും. കേരളത്തിൽ നിന്നും ഒരുപാട് ഓർഡറുകൾ വരാറുണ്ട്. കേരളത്തിലെയും പല സമ്പന്ന ഗൃഹങ്ങളിൽ ഇന്ന് അത്താങ്കുടി ടൈൽസ് അലങ്കരിക്കുന്നുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ടൈലിൻ്റെ പുറത്ത് സിമൻ്റൊക്കെ തേച്ച് വീണ്ടും കുറച്ച് മണലും പാറപ്പൊടിയൊക്കെ ചേർന്നിട്ടുള്ള ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് ഉറപ്പിച്ച് തേച്ച് മിനുക്കി വെക്കുക എന്നുള്ളതാണ്. ഈ പണിയിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാൾ ഏകദേശം ഒരു ദിവസം 50 ടൈലോളം ചെയ്യും എന്നാണ് പറയുന്നത്. ഇന്ന് കാരക്കുടി വിസിറ്റ് ചെയ്യുന്ന ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട അട്രാക്ഷനാണ് ഈ ടൈൽ മേക്കിംഗ് ഫാക്ടറി വിസിറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങളും ചെട്ടിനാട് വരികയാണെങ്കിൽ ഇതെല്ലാം കാണാൻ മറക്കണ്ട.